നമസ്കാരം. പാർലമെന്റിൽ ലോക്സഭാ എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടയിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിൽ ബി.ജെ.പി. നാമനിർദ്ദേശം നൽകാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കുന്നതിന് വേണ്ടി ബി.ജെ.പി. പരമാവധി ശ്രമം ഇപ്പോൾ നടത്തുന്നുമുണ്ട്. അടച്ചിട്ട മുറിയിലാണ് മോദിയുടെ നേതൃത്വത്തിൽ നിലവിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജെ.ഡി.യുവുമായി ഇതിനോടകം തന്നെ ബി.ജെ.പി. ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവുമായി ടി.ഡി.പിയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡുവുമായി മോദി ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുമുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കളുമായി ചർച്ച നടത്താനുള്ള ചുമതലയുള്ളത് രാജ്നാഥ് സിംഗിനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാം എന്നുള്ള നിലപാടിലേക്ക് ബി.ജെ.പി. എത്തിയിരിക്കുകയാണ്. മത്സരത്തിൽ നിന്നും പിന്മാറണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണം എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് എങ്കിൽ പോലും ഓം ബിർളയോട് അവർക്ക് യോജിപ്പില്ല. അവർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം വേണം എന്ന് കോൺഗ്രസ് ഇപ്പോൾ ആവർത്തിക്കുമ്പോൾ ചില സഖ്യകക്ഷികൾ വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സഖ്യകക്ഷികൾക്ക് ഒരു ധാരണയിലെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. കോൺഗ്രസ് നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളുടെ നിലപാട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇത് തീർച്ചയായും ഗുരുതരമായ അഭിപ്രായ ഭിന്നതയിലേക്ക് വഴിവെച്ചേക്കും. പ്രത്യേകിച്ചും DMK-ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാം എന്നുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിലും അന്തിമ തീരുമാനമായിരുന്നില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.